നമസ്കാരം. ലോക രാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപ് ഓരോ ദിവസവും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഓരോ ദിവസം പ്രഖ്യാപിക്കുമ്പോഴും ഓരോ രാജ്യവും ഞെട്ടുകയാണ്. നേരത്തെ ഇന്ത്യ ഞെട്ടില്ല എന്നാണ് കരുതിയത്. മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഇന്ത്യ ആയിരുന്നു. കാരണം ഇന്ത്യ കാനഡയുമായിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു കാരണം. അവിടെ ഇന്ത്യയും കാനഡയുടെയും നയതന്ത്ര ബന്ധങ്ങൾ തകർന്നിട്ട് കുറേ കാലമായി. അതിൻ്റെയൊക്കെ ഭാഗമായി കാനഡയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഇന്ത്യ എടുക്കുമ്പോൾ തിരിച്ച് കാനഡയും അതേപടി നടപടി എടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ US 25% വീതം മെക്സിക്കോയ്ക്കും അതിലെ കാനഡയ്ക്കും തീരുവ പ്രഖ്യാപിച്ചപ്പോഴാണ് അവർ തിരിച്ചടിക്കാൻ തയ്യാറായതും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു മാസത്തേക്ക് അവരുടെ ഇറക്കുമതി തീരുവ താൽക്കാലികമായി ട്രംപ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ ഞെട്ടിച്ചതൊന്നുമല്ല. ഏകദേശം 15 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയിൽ താമസിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നിലവിലുള്ളത്. അതിൽ ഇന്ത്യക്കാർ ഏകദേശം 18,000 തൊട്ട് 20,000 പേരുണ്ടെന്നുള്ളതാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഉടനടി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. ആ അനധികൃത കുടിയേറ്റക്കാരിൽ 18,000 പേരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് C-7 എന്ന് പറയുന്ന US വിമാനത്തിൽ, സൈനിക വിമാനത്തിൽ അവിടെ നിന്ന് ആളുകളെ കയറ്റി പുറപ്പെട്ടു. സാന്റ് ആന്റോണിയ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 18,000 പേരെ കടത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പിടിച്ച അതായത് അനധികൃത ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. ജയിലിലാക്കി അവിടെ ചെലവ് കൊടുക്കാൻ പറ്റില്ല, ഇവരെയൊക്കെ നേരെ അതാത് രാജ്യങ്ങളിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഈ അനധികൃത കുടിയേറ്റക്കാരാണ് അവിടെ വലിയ തോതിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ബലാത്സംഗം, തട്ടിപ്പറി, കൊലപാതകം, അതേപോലുള്ള ആ രാജ്യത്തിൻ്റെ ഭീഷണി ഉയർത്തുന്ന ആഭ്യന്തര കലഹങ്ങൾ വരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ 15 ലക്ഷം പേരെന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന സംഖ്യയാണ്. ഇത് ഇതുവരെ ഇന്ത്യക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്ത ട്രംപ് ഇന്ത്യയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിലേക്ക് ഇന്ന് തന്നെ വിമാനം പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യയെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതിനിടയിൽ ട്രംപും അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി 27-ന്. ഇപ്പോൾ വാഷിങ്ടണിലേക്ക് അദ്ദേഹം 15-ാം തീയതി എത്തും എന്നുള്ള 12-ാം തീയതി എത്തും എന്നുള്ള വിവരമാണ് വരുന്നത്. 13, 14 തീയതികളിൽ പാരീസിൽ നടക്കുന്ന മീറ്റിങ്ങിൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട AI വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് എത്തുന്ന നരേന്ദ്രമോദി അതിനു മുമ്പായി അമേരിക്കയിൽ പോയി 12-ാം തീയതി ട്രംപിനെ കാണും എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചൈനയ്ക്ക് 10% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയെ അടക്കം വലിയ തോതിൽ പ്രശ്നത്തിലിടയാക്കിയ സംഭവം നടന്നിരിക്കെ ഇന്ത്യക്ക് വളരെ സന്തോഷിക്കാൻ ഇടം നൽകും എന്നുള്ളതൊക്കെ ആയിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മെക്സിക്കോ മാത്രമല്ല, കാനഡ മാത്രമല്ല, മറ്റു രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെയെല്ലാം പലതരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ തീർച്ചയായും ഇന്ത്യക്ക് ബാധകമല്ല. ഇന്ത്യയുടെ സോഫ്റ്റ് കോർണർ എന്നായിരുന്നു ഇപ്പോൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെയും ശക്തമായ നടപടികളുമായിട്ട് ട്രംപ് വരുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യയെ വല്ലാതെ ബാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യമാണ് അമേരിക്ക. ദിവസേന എന്നോണം അമേരിക്കയിലേക്ക് ഇവിടെ നിന്ന് ആളുകൾ പോവുകയാണ്. അവിടെ പോയി പഠിച്ച് അവിടെ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിലുണ്ട് എന്നുള്ള വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സന്ദർഭത്തിൽ ട്രംപ് നടത്തുന്ന പരിഷ്കാരങ്ങൾ ഏതൊക്കെ തരത്തിൽ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുമെന്നുള്ള അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ എത്തിയിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്കക്കാരാണ് ഇവിടെ മയക്കുമരുന്നും അതേപോലെയുള്ള സംഭവങ്ങളും എത്തിച്ച് ബലാത്സംഗവും കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ള പഠന റിപ്പോർട്ടാണ് ട്രംപ് ആയുധമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇവരെയെല്ലാം ആട്ടിപ്പയപ്പിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ട്രംപ് ലോകരാജ്യങ്ങളുടെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിച്ച്
ഒരു ലോകരാജ്യങ്ങളുടെ അധിപൻ എന്നുള്ള രൂപത്തിലേക്ക് തൻ്റെ സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് സംശയിക്കാം. ഒരു ലോക യുദ്ധം തന്നെ വന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം റഷ്യ മറുഭാഗത്ത് ശക്തമാണെങ്കിലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കാരണം റഷ്യ വളരെ വീക്കാണ്. അതേപോലെ ഇസ്രയേൽ എന്നൊരു രാജ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴടക്കാൻ പറ്റുമെന്നും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നും അങ്ങനെ ലോകരാജ്യങ്ങളെ മുഴുവൻ തൻ്റെ കീഴിൽ കൊണ്ടുവരാമെന്നും ട്രംപ് ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ അടക്കം വിഹ്വലതാക്കിയിട്ടുണ്ട്. അവിടെ ഇലക്ഷന് മുമ്പുള്ള ജയിച്ചപ്പോഴുണ്ടായിരുന്ന ട്രംപ് അല്ല, ജയിച്ചതിന് ശേഷമുള്ള അഹങ്കാരിയായ ട്രംപ് നിയന്ത്രണം വിട്ട് ഒരു തരത്തിലും നിയമപരമായി നിലനിൽക്കാത്ത, അല്ലെങ്കിൽ രാജ്യത്തും വിദേശത്ത് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തെ പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളുമായി ട്രംപ് പോകുമ്പോൾ അത് ലോകരാജ്യങ്ങളിൽ ഭീതി പടർത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇതിൽ ഇന്ത്യക്ക് വലിയ മുക്തി ഉണ്ടാകുമെന്നുള്ളതൊക്കെ വിശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് അവിടെ നിന്നുള്ള ആദ്യഘട്ടത്തിലുള്ള കുടിയേറ്റക്കാർ, ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുമായിട്ട് വിമാനം പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയും വിറപ്പിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇന്ത്യയും വിറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം. ഇതിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രമാത്രം നടപ്പിലാക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തൻ്റെ മേധാവിത്വം കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ എത്രമാത്രം തിരിച്ചടിയായി മാറും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയിൽ അടക്കം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക്, തദ്ദേശീയരായ ആളുകൾക്ക് പോലും ഭീതി പടർത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പുറത്തു വരുന്നത്. ഇത് എത്രമാത്രം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളിൽ അമേരിക്കയുടെ മേധാവിത്വത്തിന് കാരണം അവരുടെ ആയുധശക്തിയും സാമ്പത്തിക ശക്തിയുമാണ്. അതുപയോഗിച്ചിട്ടാണ് മറ്റുള്ള ലോകരാജ്യങ്ങളെ അമേരിക്ക നിയന്ത്രിക്കുന്നത്. ബൈഡൻ ഇത്രമാത്രം ഇങ്ങനെയൊന്നും ചെയ്തിരിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ, എന്നാൽ ട്രംപ് അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള വളരെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തീരുമാനങ്ങളുമായി രംഗത്ത് വരികയും ലോകരാജ്യങ്ങളിൽ ഭീതി പടർത്തുകയും ചെയ്തു എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇത് എന്ത് ആയി തീരുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സത്യം.